ആദ്യമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഏറ്റവും നമ്മൾ ജനിക്കലും മുസ്ലിം ലീഗായിട്ടല്ലല്ലോ, സുന്നിയായിട്ടല്ലേ. സുന്നികളൊക്കെ മുസ്ലിം ലീഗായിട്ടല്ലല്ലോ ജനിക്കുക. ജനിച്ചതിന് ശേഷം പിന്നെ മുസ്ലിം ലീഗ് ആകലാണല്ലോ ആകണവരെ. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ജനിച്ചു വരുന്നത് മുസ്ലിം ലീഗായിട്ടല്ല, ജനിച്ചു വരുന്നത് സുന്നിയായിട്ടാണ്, മുസ്ലിം ആയിട്ടാണ്, സുന്നിയായിട്ടാണ് ജനിച്ചു വരുന്നത്, സുന്നി വീട്ടിലല്ലേ വരുന്നത്. പിന്നെ മരിച്ചു പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ സാമൂഹികവും രാഷ്ട്രീയമായിട്ടുള്ള പ്രവർത്തനം എന്ത് നടത്തണം. അപ്പോൾ അതിന് ഈ രണ്ട് കാര്യത്തിലുള്ള കൃത്യമായ നിലപാട്. അടിസ്ഥാനപരമായി ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് മതമാണല്ലോ, ദീനാണല്ലോ കാണേണ്ടത്. ആ ദീനിൻ്റെ നിലനിൽപ്പിനും ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്കും ദീനിൻ്റെ സ്ഥാപനങ്ങളൊക്കെ സംരക്ഷിക്കാനും ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രാഷ്ട്രീയം ആവശ്യമാണ്, പൊളിറ്റിക്സ് വേണം. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യം ഒരേപോലെ മനസ്സിലാക്കുന്ന ആളായത് നാട്ടിക മുസ്ലിംസിലിയർ. ഒന്നാമതായിട്ട് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത്. ഈ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുക, അതിന് വിട്ടുവീഴ്ചയൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടി പോകാൻ കൊടുക്കുക പോവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഞ്ചായത്ത് ഗ്രാമസഭയ്ക്ക് പോകും. ഗ്രാമസഭയിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ നഗരസഭയ്ക്ക് പോകും. നഗരസഭയിൽ നിന്ന് പോയാൽ പിന്നെ നമ്മൾ നിയമസഭയ്ക്ക് പോകും. നിയമസഭയിൽ നിന്ന് അപ്പുറത്ത് പോയാൽ പിന്നെ നമ്മൾ ലോകസഭയ്ക്ക് പോകും. അവിടുന്ന് പോയാൽ പിന്നെ ഇനിയിപ്പോൾ ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ ഐക്യരാഷ്ട്രസഭയിലേക്കൊക്കെ പോകും. ഇതോടുകൂടി നിൽക്കും. അതേ സമയത്ത് നമുക്ക് ഗ്രാമസഭയിൽ പോയാൽ പോരാ, നിയമസഭയിൽ പോയാൽ പോരാ, നഗരസഭയിൽ പോയാൽ പോരാ, ലോകസഭയിൽ പോയാൽ പോരാ, ഐക്യരാഷ്ട്രസഭയിൽ പോയാൽ പോരാ, മാഷറ വൻസഭയിലല്ലേ പോകേണ്ടത്. അപ്പോൾ ഈ മാഷറ വൻസഭയിലേക്ക് എത്തലാണല്ലോ നമ്മളെ ഉദ്ദേശം പ്രധാനം. നമ്മൾ പലപ്പോഴും പലരും പ്രാർത്ഥിക്കലുണ്ട്, എന്താണ് നമ്മൾ നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. സുഖമായിട്ട് ജീവിക്കാൻ പ്രാർത്ഥിക്കണം, പക്ഷേ ആത്യന്തികമായിട്ട് സുഖമായിട്ട് മരിക്കാനാണല്ലോ പ്രാർത്ഥിക്കേണ്ടത്. സുഖമായിട്ട് ജീവിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്, നമുക്ക് സുഖമായിട്ട് ജീവിക്കണം. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സുഖമായിട്ട് മരിക്കാനല്ലേ. അള്ളാഹു തആല പറഞ്ഞിരിക്കണം വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്നല്ലേ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുതെന്നല്ലേ. മുസ്ലിങ്ങളായി ജനിക്കാൻ ചിലപ്പോൾ വലിയ എഫർട്ടും നമ്മൾ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടാവില്ല, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ മുസ്ലിങ്ങളായിട്ട് മരിക്കുകയാണല്ലോ വേണ്ട, ഇതിനാണ് നമ്മളുടെ അടുത്തുള്ള എഫർട്ട്. അപ്പോൾ അതിനെന്ത് വേണം? മുസ്ലിങ്ങളായിട്ട് മരിക്കണമെങ്കിൽ മുസ്ലിങ്ങളായിട്ട് ജീവിക്കണം. മുസ്ലിങ്ങളായിട്ട് ജീവിച്ചാലാണല്ലോ കമാ തഹയ്യോന തമ്മൂത്തുന, എങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കണ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ മരണത്തിലേക്ക് എത്തുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളായിട്ട് മരിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ അത് ഇസ്ലാം മതം അനുസരിച്ച് ജീവിക്കണം. ആ ഇസ്ലാം മതത്തിൻ്റെ കൃത്യമായ രൂപം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ രൂപം, അതാണ് പരമ്പരാഗതമായിട്ട് ഈ ഇസ്ലാം കേരളത്തിലേക്ക് വന്ന് ഇന്ന് വരെയൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു പോരുന്നത്. ഇതിനുള്ള വ്യതിയാനങ്ങളൊക്കെ മുസ്ലിംസിൽ നന്നായിട്ട് കണിശമായിട്ട് ഖണ്ഡിക്കുമായിരുന്നു. അതിന് വേണ്ട തരത്തിൽ തന്നെ ഖണ്ഡിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഞാൻ ഓർത്തു പോവുകയാണ്. ചിലപ്പോൾ ഈ കൊട്ടപ്പുറത്തൊരു വാദപ്രതിവാദം ഉണ്ടായല്ലോ. ഞാൻ മുസ്ലിരെ പറ്റി എഴുതിയ ഒരു കൂട്ടത്തിൽ എഴുതി ഞാൻ വേറെ മുസ്ലിരെ സ്മരണിക ദാറുൽ ഇഖ്മിന്ന് ഇറങ്ങിയിരുന്നു. ആ ദാറുൽ ഇഖ്മിന്ന് ഇറങ്ങിയിട്ടുള്ള സ്മരണികയിൽ ഞാൻ തന്നെയാണ് കാര്യമായിട്ട്, പിന്നെ പുത്തനൈ ഫൈസ് വരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ ഒരു ഭാഗത്ത് എൻ്റെ പേരിലേക്കോളൊന്നുമില്ല ചിലപ്പോൾ എഴുതിയിരുന്നു. അതിൽ എഴുതിയത് എന്താണെന്ന് വെച്ചാൽ ഈ പന്ത് കളിക്കണ സമയത്ത് അല്ലേ, പന്ത് കളിയിലുണ്ടല്ലോ, പന്ത് ഇങ്ങനെ പാസ് ചെയ്ത് നല്ലൊരു കളിക്കാരൻ വളരെ സമർത്ഥമായി പാസ് ചെയ്ത് അവസാനം ഗോൾ പോസ്റ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ വേറൊരുത്തന് ഇട്ടുകൊടുത്താലേ ആ ഇട്ടുകൊടുത്തവനെ ഒരൊറ്റ അടിനടിച്ചാൽ ഗോളുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കൈയടിക്കുന്നതും എട്ടിപ്പിടിക്കുന്നതും എടുത്ത് പൊന്തിച്ചണതും ഒക്കെ ആരേക്കാരം? ഈ ഗോളടിച്ച ചങ്ങായിനേക്കാരം. അതേ സമയത്ത് അവർക്ക് പന്ത് അധ്വാനിച്ച് ഇടങ്ങേറായി പാസ് ചെയ്ത് കൊണ്ടേ കൊടുത്തിട്ടുള്ള ആളുണ്ടല്ലോ, അയാളെ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കണമെന്നുണ്ടാവില്ല, അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതേപോലെ ഈ കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ പിന്നെ അങ്ങനെ ഒരു ഹീറോ ആയിട്ട് വന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഈ ഹീറോ ആയിട്ട് വരുന്ന ആൾക്കാർ ശരിക്കും പന്തടിച്ചിട്ടുള്ളൂ. അതേസമയത്ത് മൂസ മുസ്ലിയാർ ഈ വിഷയം ആദ്യം മുതൽ അവസാനം വരെ വിഷയം ഇങ്ങനെ തട്ടി പോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ടാകുക മൂപ്പര. അത് നമ്മൾ ശ്രദ്ധിച്ച ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ആ കാര്യമൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പോയിന്റുകളൊക്കെ ഇങ്ങനെ തട്ടി എത്തിച്ചു കൊടുത്തതിന് ശേഷം വേറൊരാളിങ്ങനെ അവിടെ ഇങ്ങനെ കാത്തൊക്കെണ്ടാവുക അടിച്ചാനായിട്ട്. ഒരു അടിയുണ്ട് അടിച്ചിട്ടുണ്ടാവുക അയാൾ, പിന്നെ അയാളെ പറ്റി ഒരു പറയും മൂപ്പര അടിച്ചത് എന്ന് പറയും. അപ്പോൾ അതേപോലെ മുസ്ലിയാർ ഈ പലപ്പോഴും അങ്ങനെ ആ റോള് പോലും യഥാർത്ഥത്തിൽ കേരളത്തിൽ മുജാഹിദീങ്ങളെയൊക്കെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഭവമായിരുന്നില്ല അത്. ഇങ്ങനെ എല്ലായിടത്തും മൂസ മുസ്ലിയാരുടെ റോള് ആ രംഗത്ത്. അപ്പോൾ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ, കാരണം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദുനിയാവിലെ നമുക്ക് ആഖിറത്തിൽ അള്ളാഹു തആലാൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് സ്വർഗ്ഗത്തിലേക്ക് എത്താനൊക്കെയുള്ള വഴി അതാ. അതുകൊണ്ട് അതിന് മുൻതൂക്കം കൊടുത്തിട്ട് പരമ്പരാഗതമായി ഉള്ള ഇസ്ലാം മതത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ വഴിയിൽ അങ്ങനെയാണല്ലോ നമ്മളങ്ങോട്ട് എത്തുകയും ചെയ്യാം അല്ലേ. നമ്മൾ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ പാത നോക്കുകയാണെന്ന് വെച്ചപ്പോൾ നമ്മുടെ ഉസ്താദ് റഹ്മാൻ ഫൈസിയോടെ ഇരിക്കുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാന്ന് വെച്ചാൽ ശംസുൽ ഉലമ ഇ കെ ബുക്രസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉസ്താദൈക്കാരം. അതിൻ്റെ അപ്പുറത്ത് കണ്ട് പോയാൽ കണ്ണിയത്ത് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഇ കെ ബുക്രസിലെ ഉസ്താദൈക്കാരം. കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഉസ്താദ് ആരാന്ന് ചോദിച്ചാൽ പിന്നെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരൈക്കാരം. അതിൻ്റെ അപ്പുറത്ത് കണ്ട് പോയാൽ പിന്നെ ചാലിലകത്ത് കുഞ്ഞമദാജി, തട്ടാങ്ങര കുട്ടി മുസ്ലിയാർ, വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ, പിന്നെ അങ്ങനെ റംലി എന്നൊക്കെ പറഞ്ഞ് എണ്ണി നമ്മൾ പിന്നോക്കം പോയി മുസ്ലിയാർ, പിന്നെ അങ്ങനെ ഉമർക്കാദി, ഇങ്ങനെ ഒരുപാട് എണ്ണി പിന്നെ നമ്മൾ എത്തിച്ചേരുന്നത് എവിടുക്കാന്ന് വെച്ചാൽ നമ്മൾ മഹദൂമിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരും. മഹദൂമിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ മഹദൂം ഒന്നാമൻ, മഹദൂം രണ്ടാമൻ, സഗീർ കബീറൊക്കെ അവരിൽ നിന്ന് എത്തുന്നത് പിന്നെ എവിടുക്കാന്ന് വെച്ചാൽ നമ്മൾ എത്തുന്നത് പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അതിൻ്റെ മുമ്പായിട്ട് ഇമാം റാഫിയിലേക്ക് എത്തുന്നു, ഇമാം നവവിയിലേക്ക് എത്തുന്നു, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഇമാം മാലിക്കിലേക്ക് എത്തിച്ചേരുന്നു. ഇമാം മാലിക്കിൽ നിന്ന് ഇമാം നാഫിയിലേക്ക് എത്തിച്ചേരുന്നു. ഇമാം നാഫിയിൽ നിന്ന് പിന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തിച്ചേരുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഉസ്താദ് റഹ്മാൻ ഫൈസിൻ്റെ അവിടെ നിന്ന് എണ്ണിയാൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഇങ്കാണ് ചെല്ലുമല്ലോ, ആ കണ്ണിയുടെ ദൂരെ. ഇതാണല്ലോ അഹ്ലുസുന്നത്തുൽ ജമാഅത്ത്. അതുകൊണ്ട് ഇവിടെ ഒരു അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ ഒരു പണ്ഡിതൻ ഒരു ഫത്വ പറഞ്ഞാൽ, ഒരു മസല പറഞ്ഞാൽ, ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തിൻ്റെ പിന്നോട്ടുള്ള ഗതി അങ്ങനെ എണ്ണി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിലുള്ള പാത എന്നുള്ളത് കൊണ്ട് മുസ്ലിം ചെറുപ്പം മുതൽക്ക് തന്നെ അത്തരം ഒരു പാതയിൽ, പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനെ പുളിക്കലും മറ്റൊക്കെ ഒരു പോയൊക്കെ ചെയ്തിട്ടുണ്ട്. മുജാഹിദീങ്ങളെ കോളേജിൽ പോയി നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ്, അല്ലാതെ പോയതൊന്നും അല്ലല്ലോ. മുജാഹിദീങ്ങളെ കോളേജിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ചരിത്രം. ഏതായാലും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പടയാളി. അതേ സമയത്ത് തന്നെ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം. അത് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെ ഒരു ചോദ്യം ഉയർന്നു, ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്തു വേണം, ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്തു വേണം എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ അതിന് ഉത്തരം കിട്ടണമല്ലോ. അതിന് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉത്തരം പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായിരുന്ന മൗലാന അബുൽ ലൈസ്, അദ്ദേഹം അയസംഗഡാണ്, യു പിയിലെ അയസംഗഡായിരുന്നു. അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മൂപ്പരാണ്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഐഡിയോലോഗ് ആശയദാതാവൊക്കെ തന്നെ മൂപ്പരാണ്. മൗദൂദീൻ കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്തേക്ക്. ഏതായാലും അബുൽ ലൈസ് ഇസ്ലാഹി എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം തുടർച്ചയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പുസ്തകത്തിൽ പ്രതിപക്ഷ പത്രം എന്നുള്ള പേരിലാണ് അന്ന് ഉണ്ടായിരുന്നത്. ആ പ്രതിപക്ഷ പത്രത്തിൽ 5 ലക്കങ്ങളായിട്ട് വന്നിരുന്നു ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്തു വേണം. ആ ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്തു വേണമെന്നുള്ള ചോദ്യത്തിന് അയാൾ നൽകുന്ന ഉത്തരം, ഇന്ത്യൻ മുസ്ലിങ്ങൾ നിലവിലുള്ള സെക്യുലറിസം സ്വീകരിക്കാൻ പാടില്ല, ഡെമോക്രസി സ്വീകരിക്കാൻ പാടില്ല, ജനാധിപത്യം അതൊന്നും സ്വീകരിക്കാൻ പാടില്ല. കാരണം അതൊക്കെ വെസ്റ്റേൺ ചിന്തകളാണ്, പാശ്ചാത്യൻ ചിന്തകളാണ്. ഈ പാശ്ചാത്യൻ ചിന്തകളൊക്കെ ഇസ്ലാമിനെതിരാണ്. അതുകൊണ്ട് ജനാധിപത്യം സ്വീകരിച്ചുകൂടാ, മതേതരത്വം സ്വീകരിച്ചുകൂടാ, ദേശീയത സ്വീകരിച്ചുകൂടാ, ഇതൊന്നും പാടില്ല. ഇതൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ട് മുസ്ലിമീങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇസ്ലാമിക വ്യവസ്ഥിതി കൊണ്ടുവരാനാണ് പ്രവർത്തിക്കേണ്ടത്, ഇസ്ലാമിക സ്റ്റേറ്റ് കൊണ്ടുവരാനാണ് പ്രവർത്തിക്കേണ്ടത് എന്ന ആശയമാണ് 5 ലക്കങ്ങളിലായിട്ട് അന്ന് അബുൽ ലൈസ് ഇസ്ലാഹി എന്ന അദ്ദേഹം അവതരിപ്പിച്ചത്. അപ്പുറത്ത് പിന്നെ വേറെ അബുൽ കലാം ആസാദിനെ പോലത്തെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹം തർജുമാനുൽ ഖുർആനൊക്കെ ഈ വലിയ പണ്ഡിതനാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരിക്കലും തന്നെ സ്വന്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ പാടില്ല, എല്ലാവരും നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അദ്ദേഹം കോൺഗ്രസ്സിലാണല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ. മൂന്നാമതൊരു അഭിപ്രായം അത് പിന്നെ ഇസ്മായിൽ സാഹിബിൻ്റെ അഭിപ്രായം. ഇസ്മായിൽ സാഹിബ് അതിനെപ്പറ്റി എഴുതുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇസ്മായിൽ സാഹിബിൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾക്ക് നിലനിൽക്കണമല്ലോ, അന്തസ്സോടുകൂടി നിലനിൽക്കണമല്ലോ, ഇന്ത്യയുടെ ഘടന മനസ്സിലാക്കണമല്ലോ, ഇന്ത്യയുടെ പരിസ്ഥിതി മനസ്സിലാക്കണമല്ലോ. നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഇവിടെ അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റണമെങ്കിൽ മുസ്ലിങ്ങൾ രാഷ്ട്രീയമായിട്ട് സംഘടിക്കണം എന്ന ആശയമാണ് പിന്നെ ഇസ്മായിൽ സാഹിബ് അവതരിപ്പിച്ചത്. ഈ ആശയമാണ് മുസ്ലിം ലീഗായിട്ട് പിന്നെ രൂപപ്പെട്ടതും പിന്നെ മുസ്ലിം ലീഗ് ഇന്ന് നിലനിൽക്കുന്നതൊക്കെ ഈ ആശയമായിട്ടാണ്. അപ്പോൾ ഈ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചേർന്നാൽ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രൈമറി പർപ്പസ് ആവില്ല, സെക്കൻഡറി ആവുള്ളൂ, ഒന്നാമത്തെ ലക്ഷ്യമാവില്ല. മുസ്ലിമീങ്ങളുടെ താല്പര്യമൊന്നും മറ്റു രാഷ്ട്രീയ കോൺഗ്രസിനായിട്ടും ആവട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിക്കാവട്ടെ, ഏത് പാർട്ടിക്കാർക്കാണെങ്കിലും ആവുകയാണെങ്കിൽ തന്നെ ഒന്നാമത്തെ ലക്ഷ്യമാവില്ല. അത് മുസ്ലിമീങ്ങൾക്ക് ഇപ്പോൾ പിന്നെ മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ എനിക്ക് തലവേദന ഉണ്ടെന്ന് ഞാൻ പറയുന്നതും വേറൊരാളായക്ക് തലവേദന ഉണ്ടെന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസമാണത്. എനിക്ക് തലവേദനിച്ചിട്ട് വെച്ചോ, എനിക്ക് ഗുളിക തരുമോ എന്ന് പറഞ്ഞാണ് ഞാൻ നൊലോളിച്ചതും, ഇപ്പുറത്തുനിന്ന് ഒരാൾ ചങ്ങായിമാരെ ആ ചങ്ങായിക്ക് തലവേദനിക്കുന്ന കുറച്ച് ഗുളിക കൊടുക്കുമെന്ന് പറയുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ. അവനാൻ്റെ വേദന അവനാൻ പറയുക,
അവനാൻ്റെ വേദന അവനാൻ പറയുന്ന സ്ട്രോങ് വേറെ ആര് പറഞ്ഞാലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് അനുഭവിക്കുകയാണല്ലോ നമ്മൾ നേർക്കുനേരെ അനുഭവിക്കുകയാണ്, മറ്റേത് അനുഭവിക്കണില്ല, അനുഭവിക്കുന്നവരെ അനുഭവിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരിക്കണം. ആ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടാണ് മുസ്ലിം ലീഗ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്താണ് നാട്ടിക മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ കാര്യത്തിൽ വല്ല കോംപ്രമൈസും ചെയ്യോ? ഒരു കോംപ്രമൈസും ചെയ്യൂല. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ അങ്ങനെ പിന്നെ ഇവിടെ ഇനി അടുത്ത ഇലക്ഷനിൽ വോട്ട് കിട്ടേണ്ടി വരും എന്ന് വിചാരിച്ചുകൊണ്ട് മേലാറ്റൂർ പഞ്ചായത്തിൽ പിന്നെ സുന്നികൾക്കെതിരായിട്ട് മുജാഹിദീങ്ങൾ പ്രസംഗിച്ചാൽ മുമ്പ് മറുപടി ഒന്നുമില്ല. മറുപടി നന്നായിട്ട് പറയുകയും ചെയ്യും, പിന്നെ ഓരോ വോട്ട് വാങ്ങാനും മുമ്പ് ഉപയോഗിക്കും. അതാ വ്യത്യാസം. ആ മറുപടി പറയുകയും ചെയ്യും, മറുപടി പറഞ്ഞിട്ട് ജമാഅത്തിനും മുജാഹിദീങ്ങളുടെയൊക്കെ വോട്ട് മുമ്പ് വാങ്ങുകയും ചെയ്യും. അതിന് മൂപ്പരെ കൊണ്ട് സാധിക്കും. ഇവിടെയാണ് മൂപ്പരുടെ പ്രസക്തി, മൂപ്പരുടെ പ്രാധാന്യം, മൂപ്പരുടെ ശക്തി കിടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് അതാ. നമുക്ക് മറ്റുള്ളവരെ വിമർശിക്കാം, ന്യായങ്ങൾ പറയാം, വിമർശിക്കാം, ഖണ്ഡിക്കാം, ഏറ്റുമുട്ടാം, ഒക്കെ ചെയ്യാം. അതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവരെ കീഴ്പ്പെടുത്താനും അവരെ ഉപയോഗപ്പെടുത്താനും സാധിക്കുക. അത് സാധിക്കുന്ന നേതാക്കന്മാരില്ലാതെ വരുമ്പോഴാണ് ഇപ്പോൾ ഒക്കെ ചിലർ പലതും പറയലുണ്ടല്ലോ, അതിൻ്റെയൊക്കെ സാഹചര്യം വരുന്നത് അങ്ങനെയാണ്. അതിന് സാധിക്കണേ. ഇപ്പോൾ ഒരു മുജാഹിദീങ്ങളുടെ സമ്മേളനത്തിൽ ചെന്നാൽ മുജാഹിദീങ്ങളുടെ സമ്മേളനത്തിൽ ചെന്നാൽ എന്താ പറയേണ്ടതും കൂടി അറിയണം. ഈ പോണൊരു പോയിക്കോട്ടെ, പക്ഷെ പോകുമ്പോൾ മുജാഹിദാണെങ്കിൽ അയാളെ എന്താ പറയേണ്ടതെന്ന് അറിയണം. എന്താ പറയേണ്ടതെന്ന് അറിയാത്ത പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകലുണ്ട്. എന്നിട്ട് പിന്നെ അവിടെ ബാക്കിയുള്ള പരിസരങ്ങളൊക്കെ മറന്നുകാണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർക്കനുസരിച്ച് എന്തൊക്കെയോ പറഞ്ഞു പോകലില്ലേ. അത്തരം സംഗതികളാണ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് നാട്ടിൽ മുസ്ലിംസിലേക്കുള്ള പ്രത്യേകത. മൂപ്പര് എന്താണെന്ന് വെച്ചാൽ മൂപ്പര് പറയേണ്ടത് എല്ലായിടത്തും പറയും. പറഞ്ഞാൽ പിന്നെ ആ പറഞ്ഞതിൻ്റെ പേരിൽ ആർക്കും അങ്ങനെ വിരോധമൊന്നും മൂപ്പരോട് ഉണ്ടാവില്ല. വിരോധം ഉണ്ടാകുന്നവരുണ്ടാവും, പക്ഷേ അതങ്ങനെ വിരോധമുള്ളത് സാധാരണ സമൂഹത്തിൻ്റെ പൊതുധാരിയിൽ നിന്ന് പുറത്തുള്ളവരേ കാരണം. അത്തരം ആളുകൾക്ക് വിരോധമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ പൊതുധാരിയിലുള്ളവർക്ക് ഇപ്പോൾ മൂപ്പര് അത് ഉപയോഗപ്പെടുത്തേണ്ട സമയം. ഇപ്പോൾ ഞാൻ ഓർക്കുന്ന കാര്യം, അവിടെ പിന്നെ ഒരു ഐക്യവേദി ഉണ്ടായല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെ, നമ്മളിടക്കൊക്കെ പറയുന്ന സംഗതിയാണ്. ഐക്യവേദി ഉണ്ടായല്ലോ കോഴിക്കോട് വെച്ചിട്ട് ഈ മാസപ്പിറവിയോടൊക്കെ അനുബന്ധിച്ച്. ഈ ഐക്യവേദി ഉണ്ടായപ്പോൾ മൂസ മുസ്ലിയാരാണല്ലോ സുന്നി പ്രതിനിധിയായിട്ട് അവിടെ ചെന്നത്. അങ്ങനെ മുജാഹിദിൻ്റെ പ്രതിനിധിയായിട്ടുള്ള വലിയ ആളായിരുന്നു പി അബ്ദുൽ ഖാദർ മുസ്ലിം മൗലവി. അദ്ദേഹം അവിടെ ചെയ്യാണ്ട് പറയേണ്ടാത്ത കാര്യം പറഞ്ഞത്. മൂപ്പര് പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങളെ പാഠപുസ്തകങ്ങളിൽ ഞങ്ങൾക്ക് സലാം പറയാൻ പാടില്ല എന്നൊക്കെ അല്ലേ, അതൊക്കെ ഒന്നുകൊണ്ട് തിരുത്തിക്കൂടെ എന്നൊക്കെ അവിടെ വെച്ച് ചോദിക്കണ്ടായല്ലോ. ഓരോന്ന് പറയാനും ചോദിക്കാനൊക്കെ പറ്റിയ നേരവും സന്ദർഭമൊക്കെ വേണ്ടേ. അവിടെ കൂടുതൽ ഭിന്നിപ്പും അകൽച്ച ഉണ്ടാക്കാനല്ലേ ഇപ്പോൾ അതൊക്കെ ഹേതുവാകുള്ളൂ. അവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? മാസപ്പിറവി പോലത്തെ കാര്യങ്ങളിൽ നമുക്കൊരു ഐക്യം ഉണ്ടാവണം. ആ ഐക്യത്തിന് വേണ്ടിയിട്ട് കൂടിയ ഒരു വേദിയിൽ അനൈക്യത്തിന് ഹേതുവാകുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലല്ലോ. പക്ഷേ അങ്ങനെ പറഞ്ഞുപോയി വലിയ മുജാഹിദ് പണ്ഡിതനായിട്ടുള്ള അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു. അപ്പോൾ മൂസ മുസ്ലിയാർ ഇടപെട്ടിട്ട് അതാണ് അവസരം തനിക്ക് അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുക എന്നുള്ളത്. അദ്ദേഹം ഇടപെട്ടിട്ട് പറഞ്ഞു, അങ്ങനെ ഞങ്ങളെ പാഠപുസ്തകങ്ങളിൽ നിങ്ങൾക്കെതിരായിട്ടുള്ള ഒരുപാട് സംഗതി ഉണ്ടാവും, നിങ്ങളെ പാഠപുസ്തകത്തിൽ ഞങ്ങൾക്കെതിരായിട്ടുള്ള സംഗതി ഉണ്ടാവും. അതൊക്കെ പറഞ്ഞു തീർക്കാനല്ല ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മളൊരു പ്രത്യേക ഉദ്ദേശം വെച്ച് കാണാൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യുക, തർക്കിച്ചൊക്കെ ചെയ്യാം. പക്ഷേ ഈ പരിപാടിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഐക്യവേദി ഉണ്ടാക്കാൻ. ഈ ഐക്യവേദി ഉണ്ടാക്കുന്നതിന് തടസ്സമാകുന്ന തരത്തിലുള്ള അനൈക്യത്തിന് ഹേതുവാകുന്ന തരത്തിലുള്ള നമ്മൾ തമ്മിലുള്ള ഭിന്നിപ്പും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പറയാൻ നിന്നാലെങ്ങനെ എന്ന് പറഞ്ഞാൽ മൂസോലിയിൽ സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി അവിടെ വേദിയിൽ സംബന്ധിച്ചിരുന്ന എല്ലാവരും മുജാഹിദീങ്ങളും ജമാഅത്തേരും ബാക്കിയുള്ളവരൊക്കെ മൂസ മുസ്ലിയാരെ സപ്പോർട്ട് ചെയ്യുക ചെയ്യണത്. അതാണ് എത്ര വലിയ കേമന്മാരുണ്ടെങ്കിലും അതിനിടയിൽ അവസരം ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ള മൂസ മുസ്ലിയാരുടെ ആ കഴിവ് അപാരം. എല്ലാവർക്കും ഉണ്ടാവുമൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പം എങ്ങനെ മുസ്ലിയാരാകാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുസ്ലിയാർ നമ്മളിങ്ങനെ അനുസ്മരിക്കണമൊക്കെ എല്ലാവർക്കും ഒന്നും ആകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മൂപ്പരെ ഫോളോ ചെയ്യാൻ പറ്റും, മൂപ്പരെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും, മൂപ്പരെ അനുകരിക്കാൻ പറ്റും, മൂപ്പരിൽ നിന്ന് പഠിക്കാൻ പറ്റും, അത് പകർത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മൂസ മുസ്ലിയാരുടെ വാദങ്ങൾ, അദ്ദേഹം ഉന്നയിച്ചിരുന്ന വാദങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് മൂപ്പര് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ അതിലും ആത്യന്തികമായി മൂസ മുസ്ലിയാർ ലക്ഷ്യം വെച്ചിരുന്നത്, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടി ലക്ഷ്യം വെച്ചിരുന്നത് മൂപ്പരുടെ ആഖിറാണ് ലക്ഷ്യം വെച്ചിരുന്നത്. ഞാനൊരിക്കലും മഞ്ചേരിയിൽ കുറച്ച് മുമ്പ് മഞ്ചേരിയിൽ മൂസ മുസ്ലിയാർ അനുസ്മരണത്തിന് പോരാ.
അങ്ങനെ ഒന്ന് കുറച്ച് അപ്പുറത്ത് പിന്നെ ഓട്ടോറിക്ഷയിൽ പോരേണ്ടി വന്നു അങ്ങോട്ട് എത്താൻ വേണ്ടി, സവാളിലോ മറ്റൊന്നാണ് തോന്നുന്നത്. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയിൽ പോരേണ്ടി. അപ്പോൾ ഞാൻ പാണ്ടിക്കാട് നിന്ന് എനിക്ക് എത്താൻ കഴിയില്ല, വൈകിയത് കൊണ്ട് ഞാൻ ഒരു ഓട്ടോറിക്ഷയും വിളിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ പോരുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു. ഞാനിങ്ങനെ മഞ്ചേരിക്കാണ് പോണത്. മഞ്ചേരി എവിടേക്കാണ്? അവിടെ സവാളിലാണ് പോണത്. എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ അവിടെ നാട്ടിക മുസ്ലിംസിലെ ഒരു അനുസ്മരണം നടക്കുന്നുണ്ട്, അവിടേക്കാണ് പോണത് കാരണം. അപ്പോൾ നാട്ടിക മുസ്ലിംസിലെ ഒരു അനുസ്മരണത്തിനാന്ന് പറഞ്ഞതോടുകൂടി ഈ ഡ്രൈവർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വല്ലാത്തൊരു മനുഷ്യനാണ്. ഒരിക്കൽ ഗൾഫിലുള്ള സമയത്ത് അദ്ദേഹം വന്നിരുന്നു. എന്നിട്ട് അയാൾ ഗൾഫിലായിരുന്നു കുറച്ച് കാലം. ഗൾഫിലുള്ള സമയത്ത് അദ്ദേഹം വന്നിരുന്നു. എന്നിട്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തുന്നത് ഞാൻ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ്. പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ അർത്ഥം എന്താ? പ്രശസ്തിക്ക് വേണ്ടി പറഞ്ഞാൽ മരിച്ച മയ്യത്ത് നിസ്കരിച്ചാൽ കുറേ ആൾക്കാർ വരും, അതിന് വേണ്ടിയിട്ടാണ്. ആ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ മരിച്ച മയ്യത്ത് നിസ്കരിക്കാൻ കുറേ ആളെ കിട്ടുമല്ലോ. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരുപാട് ആൾക്കാർ മനുഷ്യന്മാരുണ്ടാവുമല്ലോ, അവരൊക്കെ എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മൂപ്പര് ലക്ഷ്യം വെച്ചത് എന്താ വെച്ചാൽ, അതാണല്ലോ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. നമുക്കൊരു അധികാരം കിട്ടി എന്താ ചെയ്യേണ്ടത്? അത് അള്ളാഹിൻ്റെ അടുത്തുള്ള ഒരു നിഅമത്താന്നല്ലേ ചിന്തിക്കേണ്ടത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്കറിയില്ലല്ലേ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് എന്താ? വജഅലി മുൽക്കല്ല യംബഗി അഹദി മിനൽ ആലമീൻ. ലോകത്ത് മറ്റാർക്കും കൊടുക്കാത്ത തരത്തിലുള്ള അധികാരം എനിക്ക് തരണം എന്നാണ് അള്ളാഹിനോട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്. വജഅലി മുൽക്കൻ ലാ യംബഗി അഹദി മിനൽ ആലമീൻ. അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇല്ലാത്ത, റഷ്യൻ പ്രസിഡന്റ് പുട്ടിനില്ലാത്ത, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കില്ലാത്ത, അങ്ങനെ ലോകത്തെ ഒരു ഭരണാധികാരിക്കും ഇല്ലാത്ത തരത്തിലുള്ള അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു തആല കൊടുക്കുകയും ചെയ്തു. നരേന്ദ്രമോദി നമ്മളെ പ്രധാനമന്ത്രി തന്നെ ഇക്കാരം, പക്ഷേ ഇവിടുത്തെ ജിന്നുകളെ പ്രധാനമന്ത്രിയാകും. മൂപ്പര് ഇവിടുത്തെ ചെയ്ത്താന്മാരായിരിക്കും ചിലപ്പോൾ. ജിന്നുകളെ പ്രധാനമന്ത്രി അല്ലല്ലോ, കാറ്റിൻ്റെ പ്രധാനമന്ത്രിയാ. കാറ്റൻ്റെ അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേര് ഓക്കി എന്നൊക്കെ പറഞ്ഞ് പേരിടാൻ പറ്റും. പക്ഷേ കാറ്റൻ്റെ അടിച്ചാൽ എന്താ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് പറ്റുക? എന്താ ബൈഡന് പറ്റുക? എന്താണ് പുട്ടിന് പറ്റുക? അപ്പോൾ കാറ്റിൻ്റെ മേലെ ഒരു സ്വാധീനവും അധികാരമില്ലല്ലോ. അതുപോലെ പക്ഷികളുടെ മേലെ എന്താ അധികാരമുള്ളത്? അപ്പോൾ ഈ നാട്ടിലുള്ള പക്ഷി പറവാദികളുടെ, കാറ്റിൻ്റെ, സകല പ്രകൃതി പ്രതിഭാസങ്ങളുടെ മേലുള്ള അധികാരമാണ്. അതാണ് മറ്റാർക്കും കൊടുക്കാത്ത തരത്തിലുള്ള അധികാരം എന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചതും അള്ളാഹു തആല കൊടുത്തതും. അങ്ങനെ ഈ അധികാരമൊക്കെ കിട്ടിയതിന് ശേഷം ബിൽഖീസ് എന്നല്ല, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു എതിരാളി ഉണ്ടായിരുന്നല്ലോ ബിൽഖീസ് രാജ്ഞി സുലൈമാൻ നബിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വരികയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. വൗത്തൂനി മുസ്ലിമീൻ, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞാണ് സുലൈമാൻ നബി ആവശ്യപ്പെട്ടതനുസരിച്ച് അങ്ങോട്ട് വരുന്ന സമയത്ത് ബിൽഖീസ് രാജ്ഞിയെ ഒന്ന് ഞെട്ടിക്കണം. ബിൽഖീസ് രാജ്ഞിയെ ഞെട്ടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം എടുത്തിട്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വെക്കണം. അത് വെച്ചിട്ട് അതിലേക്ക് ബിൽഖീസ് രാജ്ഞിയെ സ്വീകരിക്കണം. ഇവിടേക്ക് ഇപ്പോൾ നമ്മളാരും എത്തിയില്ലല്ലോ. ലോകം പുരോഗമിച്ച് ഇവിടേക്ക് എത്തിക്കണോ? നമ്മൾക്ക് കമ്പ്യൂട്ടറൊക്കെ ഉണ്ടായിരിക്കും, ചിത്രമൊക്കെ കൊണ്ടുവന്നാക്കാൻ പറ്റും. പക്ഷേ നിമിഷ നേരം കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഇന്ത്യ രാജ്യം സന്ദർശിക്കുമ്പോൾ വൈറ്റ് ഹൗസ് എടുത്തുകൊണ്ട് നമ്മളെ ഇന്ത്യൻ പ്രധാനമന്ത്രിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് ആ വൈറ്റ് ഹൗസിലേക്ക് ബൈഡനെ സ്വീകരിക്കാൻ മാത്രം അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ. അതാ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കിട്ടിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ അടുത്ത്. അപ്പോൾ അത് കിട്ടിയ സമയത്തെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറയുന്നത് എന്താ? അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പറയുന്നു, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു. ഇത് എൻ്റെ രക്ഷിതാവിൻ്റെ അനുഗ്രഹമാണ്. എന്തിനു വേണ്ടി? എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. ഞാൻ നന്ദിയുള്ളവനായി ജീവിക്കണുണ്ടോ, നന്ദി കെട്ടവനായി ജീവിക്കണുണ്ടോ? എൻ്റെ കയ്യിലൊരു അധികാരം കിട്ടിയാൽ ആ അധികാരം എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അതോ ജനങ്ങളെ അള്ളാഹിൻ്റെ ഇബാദിനെ, അള്ളാഹിൻ്റെ ദാസന്മാരെ സേവിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ ഞാൻ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എനിക്ക് തന്നതാണ് അള്ളാഹു തആല ഈ അധികാരമൊക്കെ എന്ന സുലൈമാൻ നബി അലൈഹി സ്വലാം. അപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായാൽ ചിന്തിക്കേണ്ടത് എന്താണ്? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു. ഒരു മന്ത്രിയായി ചിന്തിക്കേണ്ടത് എന്താണ്? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു. അധികാരം മോശമൊന്നുമല്ല, അധികാരം നല്ലത് തന്നെ. പക്ഷേ അധികാരം എന്തിനു ഉപയോഗപ്പെടുത്തണം? അധികാരം ആളുകളെ സേവിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. മുമ്പൊരിക്കൽ എൻ്റെ നാട്ടിൻ്റെ അടുത്ത് പിന്നെ കൊമ്പങ്കല്ല് ആ ഭാഗത്ത് ഒരിക്കൽ ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് എസ് കെ എസ് എസ് എഫിൻ്റെ തന്നെ ആഫീസ് പിന്നെ സഖാക്കളോട് വന്നിങ്ങോട്ട് തച്ച് പൊളിച്ച് എന്തിനാണെന്ന് വെച്ചാൽ വോട്ട് ചെയ്തിരിക്കണതിനെതിരാന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി ആ വാർഡിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഓനെതിരായിട്ടാണ് വോട്ട് ചെയ്തിരിക്കണതെന്ന് ധരിച്ചുകൊണ്ട്, ഇപ്പോഴല്ല കുറച്ച് 1-2
12 പഞ്ചായത്ത് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പായിട്ട്. അങ്ങനെ ഇത് അടിച്ചു പൊളിച്ചപ്പോൾ അതിൽ ഒരു പ്രതിഷേധം വെച്ചപ്പോൾ SKSF ഇനിയും വിളിച്ചിരുന്നതിൽ സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ചങ്ങായിച്ചിപ്പോൾ ഒരു വാർഡിലെ മെമ്പറാണല്ലോ അയക്കണത്. ഒരു വാർഡ് പറഞ്ഞപ്പോൾ എന്താ, ഒരു വാർഡ് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ കുറേ വാർഡുണ്ടാവും, ഒരു വാർഡ്. ഒരു പഞ്ചായത്ത് പറഞ്ഞപ്പോൾ എന്താ, ഒരു താലൂക്കിൽ കുറേ പഞ്ചായത്ത് ഉണ്ടാവും, ഒരു പഞ്ചായത്ത്. ഒരു താലൂക്ക് പറഞ്ഞപ്പോൾ എന്താ, ഒരു ജില്ലയിൽ കുറേ താലൂക്ക് ഉണ്ടാവും, ഒരു താലൂക്ക്. ഒരു ജില്ല പറഞ്ഞാൽ ഇപ്പം എന്താ, ഒരു ജില്ല പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ കുറേ ജില്ല ഉണ്ടാവും, ഒരു ജില്ല. ഒരു സ്റ്റേറ്റ് പറഞ്ഞപ്പോൾ എന്താ, ഒരു രാജ്യത്ത് കുറേ സ്റ്റേറ്റുകളുണ്ടാവും, ആ സ്റ്റേറ്റിലൊരു സ്റ്റേറ്റ്. ഒരു രാജ്യം എന്ന് പറഞ്ഞപ്പോൾ എന്താ, ഒരു ഭൂഖണ്ഡത്തിൽ കുറേ രാജ്യം. ആ ഭൂഖണ്ഡം എന്ന് പറഞ്ഞപ്പോൾ എന്താ, ഭൂമിയിൽ എത്ര 6 ഭൂഖണ്ഡങ്ങളുണ്ടായി, ഇതൊരു ഭൂഖണ്ഡം. ഈ ഭൂമി എന്ന് പറഞ്ഞപ്പോൾ എന്താ, നമ്മൾ മേപ്പിട്ടാണ് നോക്കിയാൽ കാണുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ്റെ ഇത്ര അംശം ചെറുതാണ്, 1000-ൽ അംശം കൂടി വലിപ്പമില്ലാത്തതാണ് ഈ ഭൂമി പറഞ്ഞാൽ. അതേപോലത്തെ പിന്നെ നക്ഷത്രങ്ങൾ, എത്ര നക്ഷത്രങ്ങളാണ്, ഗാലക്സികൾ എത്രയാണ്, ഇങ്ങനെയുള്ളതൊക്കെ പാടെ ഒന്നാമത്തെ ആകാശത്ത്. വലഖദ് സയ്യന്ന സമാ അദ്ദുനിയാ ബിസീനത്തിൽ കവാകിബി, ഇതൊക്കെ ഒന്നാം ആകാശത്തെയാണ് അലങ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് കണ്ട് പോയ 6 ആകാശം വേറെ. അള്ളാൻ്റെ അർശ് കുർസി എന്നൊക്കെ പറഞ്ഞ് എത്രങ്ങാനും വലിയൊരു പ്രപഞ്ചമാണ് ചങ്ങായത്. ഇത്ര വലിയൊരു പ്രപഞ്ചത്തിലെ സൂര്യൻ്റെ 1000-ൽ അംശം പോലും വലിപ്പമില്ലാത്ത ഈ ഭൂമിയിലെ, ഒരു ഭൂഖണ്ഡത്തിലെ, ഒരു രാജ്യത്തിലെ, ഒരു സ്റ്റേറ്റിലെ, ഒരു ജില്ലയിലെ, ഒരു താലൂക്കിലെ, ഒരു പഞ്ചായത്തിലെ, ഒരു വാർഡിലെ മെമ്പറായപ്പോൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണോടെ ചങ്ങായി എന്ന് ചോദിച്ചു ഞാൻ. അവ പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞപ്പോൾ അതാണല്ലോ. ഇങ്ങനെ വലിയൊരു പ്രപഞ്ചത്തിൽ അധികാരം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര അധികാരം കിട്ടിയാലും ആ അധികാരം കൊണ്ട് അള്ളാൻ്റെ ദാസന്മാരെ സേവിക്കാൻ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഇപ്പം എന്താ ഈ അധികാരം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അധികാരത്തിൻ്റെ, അതേപോലെ തന്നെ ഒമാരി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ ഇല്ലബത്തി വജ്ഹി റബ്ബിഹിൽ അഅല. അധികാരം കിട്ടിയാൽ വേറുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ അയാളുടെ അടുക്കൽ, ഒരു മൂമിനിൻ്റെ അടുക്കൽ ഒരു ഉപകാരമില്ലല്ലോ. തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ച് ചെയ്യേണ്ട ഒരു ഉപകാരമില്ല. എനിക്കതിന് തിരിച്ചിങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഉപകാരമില്ല. അങ്ങോട്ട് അള്ളാനെ വിചാരിച്ചു കണ്ട് ചെയ്തു കൊടുക്കുക, അള്ളാൻ്റെ പ്രീതി മോഹിക്കുക. അപ്പോൾ അള്ളാഹു തആലാൻ്റെ പ്രീതി മോഹിച്ചുകൊണ്ടുള്ള ജനസേവനം, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. ഖൈറുന്നാസി അൻഫഉഹും ലിന്നാസി, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നവൻ. അല്ലേ, മനുഷ്യൻ്റെ അത്യാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനാണല്ലോ, റൊട്ടി കപടമാക്കാൻ. അല്ലേ, മനുഷ്യൻ്റെ ഭക്ഷണം, മനുഷ്യൻ്റെ വസ്ത്രം, മനുഷ്യൻ്റെ പാർപ്പിടം, ഇത്തരം കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കലല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെ. അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, യബ്ന ആദമ മലിൽതു ഫലം തഉദിനി, അല്ലയോ മനുഷ്യപുത്ര എനിക്ക് രോഗം പിടികിട്ടപ്പോൾ ചിന്തി എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും കൈഫ ഔദുക അന്ത റബ്ബുൽ ആലമീൻ, രോഗരക്ഷിതാവല്ലേ, എന്നൊക്കെ എങ്ങനെ നമ്മൾ സന്ദർശിക്കാം. അപ്പോൾ അള്ളാഹു തആല പറയാം, മാലിം താൻ അബദി ഫുലാനൻ മരീള, എൻ്റെ ഇന്നാലിൻ്റെ ദാസനെ രോഗം പിടിച്ചു, എന്നിട്ട് നീ അവനെ സന്ദർശിച്ചെങ്കിൽ അവിടെ എന്നെ നിനക്ക് കണ്ടെത്താൻ സാധിക്കും. യബ്ന ആദമ ഇസ്തതഅംതുക ഫലം തുത്ഇംനി, എനിക്ക് ഞാൻ പിന്നെ നിന്നോട് ആഹാരം ആവശ്യമായി നിൻ്റെ പരിസരത്തുണ്ടായിട്ട് എന്തി ആഹാരം തരുന്നു ചോദിക്കും. അപ്പോഴും നമ്മൾ ചോദിക്കും കൈഫ ഉത്തുമിക അന്ത റബ്ബുൽ ആലമീൻ. അപ്പോഴും അള്ളാഹു തആല പറയും മാലിം താൻ അബദി ഫുലാനൻ ഇസ്തതഅമക ഫലം തുത്ഇംഹു വല അമാലിം തഅന്നക ലൗ അത്അംതഹു ലവജത്നി യബ്ന ആദമ ഇസ്തസ്ഖൈതുക ഫലം തസ്ഖി. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയം കൊണ്ട് ജനങ്ങൾക്ക് ജലം എത്തിച്ചു കൊടുക്കുക, ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. അതേപോലത്തെ ഭൗതികമായിട്ടുള്ള ഏതൊരു സംഗതി ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെയാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയം കൊണ്ട് ചെയ്യാറുള്ളത്. ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ അള്ളാൻ്റെ വജ്ഹി വെച്ചുകൊണ്ട് ചെയ്യാന്നുള്ളതാണല്ലോ ഒരു മൂമിൻ, ഒരു മുസ്ലിം അത് ചെയ്യുമ്പോൾ യഥാർത്ഥ നീയത്തോടു കൂടി ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അത് മറ്റ് സംഘടനകളിൽ കൂടി ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഇതാണ്, മറ്റ് സംഘടനകൾക്ക് അത് പ്രൈമറി പർപ്പസ് ആവില്ല, അത് സെക്കൻഡറി പർപ്പസേ ആവുള്ളൂ, അത് പ്രാഥമിക ലക്ഷ്യമാവില്ല, അത് ദ്വിതീയ ലക്ഷ്യമേ ആവുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് ഒരു രാഷ്ട്രീയ സംഘടന ആവശ്യമാണ്. ആ രാഷ്ട്രീയ സംഘടന മുസ്ലിങ്ങൾക്ക് നിലവിലിപ്പോൾ ഉണ്ട്. അത് ഇസ്മായിൽ സാഹിബിനെ പോലത്തെ മഹാനായിട്ടുള്ള അല്ലേ, വലിയ സൂഫി വര്യനായിട്ടുള്ള അദ്ദേഹത്തെ പറ്റിയൊക്കെ നമ്മൾ വായിക്കും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പറ്റി നമ്മൾ ശരിക്കും നല്ല സൂഫി വര്യനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം ശരി, അത് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമം ലംഘിക്കാത്ത, നമ്മളൊക്കെ പലപ്പോഴും ചെയ്യലുണ്ടല്ലോ, ചെയ്യാൻ പാടില്ല. നമ്മളെ SKSFിൻ്റെ കുട്ടികളൊന്നും 3 വെച്ചുകൊണ്ട് ബൈക്കുമ്പോൾ പോകരുതേ. ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമം ഉണ്ടല്ലോ, അത് പാലിക്കണവരായിരിക്കണം നമ്മൾ, ലംഘിക്കണവരാകാൻ പാടില്ല. നമ്മൾ ഇന്ത്യ രാജ്യത്തുള്ള നിയമങ്ങൾ പാലിക്കുന്നവർ. ഇസ്മായിൽ സാഹിബ് ജീവിതത്തിൽ ഒരിക്കൽ പോലും റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് ടിക്കറ്റ് എടുക്കാതെ പോയിട്ടില്ല.
പ്ലാറ്റ്ഫോമിലേക്കൊക്കെ നമ്മളാരും യാത്ര അയക്കാനുണ്ടെങ്കിൽ എന്നാൽ പോവുകയല്ലേ അത് കയറ്റി ഒറ്റ പോക്കാണ് പോവുകയല്ലേ ചെയ്യുക. പക്ഷേ അത് ചിലപ്പോൾ ആരും കാണണമെന്നും ഉണ്ടാവില്ല, കാണാൻ നേരം ആവില്ല, തിരക്കൊഴിഞ്ഞ സമയത്താണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് അധികാരമില്ലല്ലോ, എൻ്റെ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ടിക്കറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഒരിക്കലും ലംഘിക്കാത്ത ഒരു ബാഫയത്തങ്ങളെ കൂട്ടിയാണ് ബാഫയത്തങ്ങളെ പാർലമെൻറ്റ് കാണിക്കാൻ കൊണ്ടുപോയി ഇവർ. ഇസ്മായിൽ സാഹിബ് കൊണ്ടുപോയി ഇവർ MP എന്നല്ലോ. പാർലമെൻറ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ബാഫയി തങ്ങൾ ഇങ്ങനെ നടന്നാണ് പോവുക. ബാഫയി തങ്ങൾക്ക് പിന്നെ അങ്ങനെ ആ കാര്യം ചിലപ്പോൾ അങ്ങനെ ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ബാഫയി തങ്ങളെ കണ്ട ആരതെടുക്കുക? ബാഫയി തങ്ങളെ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബാഫയി തങ്ങളെ ആ ഫിഗർ, അദ്ദേഹത്തിൻ്റെ വേഷം, അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ തിളക്കം, അദ്ദേഹത്തിൻ്റെ തലപ്പാവ്, അതിൻ്റെ ആ മോളിൽ കൂടിയുള്ള ആ കറുത്തൊരു കോട്ട്, ഇതൊക്കെ ഇട്ടാണ് മൂപ്പരാണ്ട് പോകുമ്പോൾ ആരും തടുക്കാനോ ആരും തടുക്കൂല മൂപ്പരെ. അപ്പോൾ ബാഫയി തങ്ങൾ ഇങ്ങനെ കയറ്റും കടന്ന് പോയി ആരും തടുത്തൊന്നുമില്ല. പക്ഷേ ഇസ്മായിൽ സാഹിബിനെ കാണില്ല, മൂപ്പര അപ്പുറത്ത് പോയി കണ്ട് കൗണ്ടറിൽ പോയി കണ്ട് പാസ് എടുക്കണേ. എന്നിട്ട് തങ്ങൾ അവിടെ വിളിച്ചു നോക്കണമൊക്കെ ഉണ്ട്, മൂപ്പര് കേൾക്കാതെ നടക്കുക. ഇസ്മായിൽ സാഹിബ് ഒപ്പമുണ്ട് വിചാരിച്ച് നടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഒരിക്കലും തന്നെ ലംഘിക്കാതെ ജീവിച്ച. അപ്പോൾ അതേപോലെ തന്നെ നല്ലൊരു മുസ്ലിമായിട്ടുള്ള രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ശരിക്കും ഇസ്ലാമിൻ്റെ ഇസ്ലാം മതത്തിലുള്ള വിശ്വാസത്തിൻ്റെ, അതുപോലെ കൾച്ചറിൻ്റെ, സ്വഭാവത്തിൻ്റെ, സദാചാരത്തിൻ്റെ അധികാരം കിട്ടിയാൽ എങ്ങനെ നിർവഹിക്കണം എന്നതിൻ്റെ മൂർത്തിമൽ ഭാവമായി അതിൻ്റെ എംബോഡിമെൻ്റായിട്ട് മാറാൻ സാധിക്കും. അതിനെന്ത് വേണം? രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം. അപ്പോഴേ സായിക്കോളും. മൂസലിയരെ പറ്റി ഉണ്ടല്ലോ, മൂസലിയരെ പറ്റി 2 ടേം അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിട്ടുണ്ട് മേലാറ്റൂര്. ആർക്കെങ്കിലും മൂസലിയെ പറ്റി രാഷ്ട്രീയ പ്രതിയോഗികളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും മൂസ മുസ്ലിയരെ സത്യസന്ധതയിൽ ആർക്കും സംശയമില്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിഷ്പക്ഷതയിൽ ആർക്കും സംശയമില്ല. സമുദായത്തിന് ചെയ്യേണ്ടതൊക്കെ മൂപ്പര് ചെയ്തു കൊടുക്കും, അത് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഒരിക്കൽ പിന്നെ മൂപ്പര് അന്ന് PKK ബാവ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. PKK ബാവ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായപ്പോൾ മൂപ്പര് വല്ലാത്ത സത്യസന്ധത 100% വേണം. പക്ഷേ 102, 103 ഉണ്ടാകാൻ പാടില്ലല്ലോ, 100%. പക്ഷെ ഇയാൾ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കില്ല. പിന്നെ മന്ത്രിസ്ഥാനം, പിന്നെ എന്തിനാ മുസ്ലിം ലീഗിന് മന്ത്രിയുടെ പദവി? അപ്പോൾ ഇയാൾക്ക് ആർക്കും ഒന്നും ചെയ്തു കൊടുക്കില്ല. അപ്പോൾ ഞാൻ തന്നെ ഒരിക്കൽ തിരുവനന്തപുരത്ത് പോയ സമയത്ത് നമ്മളെ PKK ബാവിൻ്റെ സെക്രട്ടറി MC വടകര അദ്ദേഹത്തെ കണ്ടിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു വഴിക്ക് ഇങ്ങനെ പോവുകയാണ്. പോണ സമയത്ത് കുറേ ജീപ്പൊക്കെ ഉണ്ട്, പൊതുമരാമത്ത് വകുപ്പിൻ്റെ ജീപ്പ്. അപ്പോൾ MC വടകര പറഞ്ഞു, പൊതുമരാമത്ത് വകുപ്പിൻ്റെ ജീപ്പൊക്കെ ഉണ്ട്, നമുക്ക് പോകണമെങ്കിൽ ഒന്ന് എടുത്തൊക്കെ പോവാം, പക്ഷേ വകുപ്പ് PKK ബാവിൻ്റെ ആയി പോയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി വകുപ്പ് നമ്മൾ തന്നെയാണെങ്കിലും പാടില്ലായിരുന്നു. നമ്മൾ പൊതു സ്വത്ത് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് PKK ബാവല്ല, ഇനി നമ്മൾ തന്നെ ഒപ്പിച്ചാലും നമ്മൾക്ക് വേണ്ടായിരുന്നു. ഏതായാലും അപ്പോൾ അതാണ്, അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് മൂസലിയർ ഒരു കാര്യം പറയാൻ വേണ്ടി ചെന്നപ്പോൾ ഇങ്ങോട്ട് സാങ്കേതികതകളൊക്കെ പറഞ്ഞുകൊണ്ട് സംഗതി നടക്കൂല തോന്നി. അപ്പോൾ മൂസലിയർ പറഞ്ഞു, പിന്നെ നിങ്ങളെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒരു കമ്പ്യൂട്ടറും ഒരു എൻജിനീയറും മതി, മന്ത്രി വേണ്ടാന്ന് പറഞ്ഞു. കാരണം എന്താ? മന്ത്രി എന്തിനാ? പിന്നെ മന്ത്രി ഇങ്ങനെ നിയമം നോക്കിയാണ്ടൊക്കെ വെറും നിയമം നോക്കിയാണ്ട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതിന് മന്ത്രി വേണ്ടല്ലോ. മന്ത്രി പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് സമുദായത്തിന് ഗുണകരമായ, സമൂഹത്തിന് ഗുണകരമായ, അതിന് നിയമവും വകുപ്പൊക്കെ തടസ്സമാണെങ്കിൽ ആ നിയമത്തെ മറികടക്കാനുള്ള കാര്യം വേറെ നോക്കണം. അതാണ് ഇപ്പോൾ CDIക്ക് ഉണ്ടായിരുന്ന ഗുണം. അദ്ദേഹം പറയും, ആഫീസിലൊക്കെ ചെന്നാൽ പറയും, പിന്നെ ഇച്ഛൻ്റെ നിയമം വകുപ്പൊന്നും അറിയില്ല, ഈ സംഗതി നടക്കണം, നിയമം സംഗതി നടക്കാനാണല്ലോ, നടക്കാതെക്കാനല്ലല്ലോ എന്ന് നടത്തി തന്നാൾ അറിയും. അതായത് തന്നെ മൂപ്പരിക്കുണ്ടായിരുന്ന ഗുണം. അപ്പോൾ പറഞ്ഞപ്പോൾ മൂസലിയർ പറയേണ്ടടുത്ത് അത് പറയുകയും ചെയ്യും. നിങ്ങളെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഒരു എഞ്ചിനീയറും കമ്പ്യൂട്ടറും ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്ററൊക്കെ ഉണ്ടായാൽ മതി, നിങ്ങളെന്തിനാ വിഷയം? അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിനും സമുദായത്തിനും വേണ്ട കാര്യങ്ങളൊക്കെ മൂപ്പര് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ മേലാറ്റൂർ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഓരോന്ന്. അവിടെ ഒരു ഭാസ്കരൻ മാഷുണ്ടായിരുന്നു. മൂപ്പര് പിന്നെ മാഷ് ശുവാറ്റിൻ്റെ വലിയൊരു ബുദ്ധിജീവിയാണ്. അപ്പോൾ ഒരിക്കൽ ഭാസ്കരൻ മാഷ് മൂപ്പരെ പറ്റി ഭാസ്കരൻ മാഷക്ക് ഒരു വർത്താനം പറയേണ്ടായത്. ഭാസ്കരൻ മാഷ് ഒരിക്കൽ പ്രസംഗിച്ചു, മുസ്ലിംക്ക് എതിരായിട്ട് പറഞ്ഞു. ആരും അങ്ങനെ എതിരായി അങ്ങനെ വിമർശിക്കുന്നല്ലാതെ ഇപ്പരെ പറ്റി അഴിമതിയോ അങ്ങനത്തെ ഒന്നും പറയണ്ടാവില്ല. അവസാനം ഇയാൾ പ്രസംഗിച്ചു പറഞ്ഞെന്താ വെച്ചാൽ, പഞ്ചായത്തിലെ പൈസയൊക്കെ മൂസിയും കൂട്ടക്കാരും കോഴി എന്ന് പറഞ്ഞു. പഞ്ചായത്തിലെ പൈസ കൊണ്ടൊക്കെ മൂസിയും കൂട്ടക്കാരും കോഴി എന്ന് പറഞ്ഞാണ് പ്രസംഗിച്ചു പോയി. ഏതായാലും ഇപ്പോൾ കോഴി എന്നല്ലേ പറയുള്ളൂ. കോഴി തിന്നപ്പോൾ എത്രയാണ് ഒരു കോഴിനെ തിന്നപ്പോൾ എത്ര ചിലവാകുക? പിറ്റേന്ന് മൂസലിയർ അവിടെ വന്നു. മൂപ്പര് പ്രസംഗിക്കുമ്പോൾ പറയാം, ഇപ്പോൾ ഓരോരുത്തർക്കും എനിക്കെതിരിൽ പറയാനുള്ളത് ഞാൻ കോഴി തിന്നു എന്നാ. ഈ കോഴി തിന്നു എന്ന് പറയുന്നവരൊന്നും കോഴി തിന്നലില്ലേ, കോഴി തിന്നണതാ പിന്നെ തിന്നലെന്ന് മതിയല്ലോ, പിന്നെ ഒന്നും പറയണ്ടാവില്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ അതേപോലെ പിന്നെ ഒരിക്കൽ ഈ പഞ്ചായത്തിന് മുമ്പ് ഒരു മിനിറ്റ്സ്
മിനിറ്റ്സ് ഇങ്ങനെ എഴുതുന്ന സമയത്ത് എഴുതുന്നത് വെള്ളക്കടലാസിൽ എഴുതുന്നത്. അപ്പോൾ ഭാസ്കര മാഷ് അപ്പുറത്തേക്ക് മുമ്പ് നമ്പൂരിയാണ്. അപ്പോൾ ഭാസ്കര മാഷ് എന്താണ് മൂസ ഇതൊക്കെ വെള്ളക്കടലാസിലാണ് എഴുതൽ ചോദിച്ചു. സാറേ ഈ വെള്ളക്കടലാസിലാണ് ഇപ്പോൾ എഴുതൽ, ഈ ഓലിയിലൊക്കെ എഴുതൽ പണ്ട്, ഓലിയിൽ എഴുതുന്ന കാലമൊക്കെ പണ്ടല്ലേ, ഇപ്പോൾ ഓലിയിലല്ല, അപ്പോൾ വെള്ളക്കടലാസിലാണ് എഴുതൽ പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഇതോടിപ്പോൾ ദേശീയ എന്നിട്ട് നന്നായിട്ട് പ്രസംഗിക്കും. ഇയാൾക്കെതിരിപ്പോൾ ഒരിക്കൽ എനിക്ക് നല്ല നിശ്ചയമുണ്ട്, മൂപ്പരെ നിയമം പഠിക്കാനുള്ള സാമർഥ്യം. അവിടെ ഒരു ശ്മശാനത്തിൻ്റെ പ്രശ്നം വന്നു. ഒരു പട്ടികജാതിപ്പെട്ട ഒരുത്തൻ മരിച്ചിട്ട് ആ പട്ടികജാതിപ്പെട്ട ചെങ്ങായിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചോടലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറവ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ അവിടുത്തെ ഒരു അബൂക്കറാജി അയാളെ ജ്യേഷ്ഠൻ സ്ഥലം കൊടുത്തു, എൻ്റെ തൊടുവിലൂടെ കൊണ്ടുവന്ന് മറവ് ചെയ്തോളി. നല്ല മനസ്സ് കണ്ട് അതിനെ മറവ് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു സതുദ്ദേശം വെച്ച് കണ്ടതാ അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിരുന്നാണ്, ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തിരുന്നാണ്. അയാൾ സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ സ്ഥലം കാണിച്ചു കൊടുത്തതോടുകൂടി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എതിർപക്ഷത്തുള്ളവർ എന്ത് ചെയ്തു വെച്ചാൽ ഈ നാട്ടിലുള്ള മുഴുവൻ പട്ടികജാതിക്കാരെയും ആകർഷിക്കാനൊരു പണിയെടുത്തു. എന്ന് പറഞ്ഞാൽ ഇയാളെ മറവ് ചെയ്ത സ്ഥലം ചുടലയാണെന്ന് പറഞ്ഞാണ്ട് ആ ചുടല അത് പട്ടികജാതിക്കാർക്ക് ചുടലയായിട്ട് കിട്ടണം, അത് പട്ടികജാതിക്കാരുടെ ചുടലയെന്ന് പറഞ്ഞാണ്ട് പ്രക്ഷോഭം നടത്തി തുടങ്ങി. അങ്ങനെ പ്രക്ഷോഭം നടത്തിയിട്ട് ഭയങ്കര പ്രശ്നമായി. അവസാനം ഹൈക്കോർട്ടിൽ നിന്ന് ആളിത് നോക്കാൻ വേണ്ടിയിട്ട് വരും. ഹൈക്കോർട്ടിൻ്റെ പ്രതിനിധിയെ വിട്ടുകൊണ്ട് ഇത് നോക്കേണ്ടൊക്കെ പ്രശ്നമാകെ വഷളാകാൻ തുടങ്ങുക. അപ്പോൾ മൂസോലിയർ അന്ന് പെട്ടെന്ന് ബറിയൽ ആൻഡ് ബേണിംഗ് ആക്ടിനോട് വായിച്ചു. ബറിയൽ ആൻഡ് ബേണിംഗ് ആക്ടിന് വായിച്ചുകൊണ്ട് മേലാറ്റുഴങ്ങാടിയിൽ വന്നിട്ട് പ്രസംഗിക്കുകയാണ്. ഇതിപ്പോൾ ഈ നാട്ടിലുള്ള പട്ടികജാതിക്കാരായിട്ടുള്ള സഹോദരന്മാർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പോൾ ചെയ്തിരിക്കണമെന്ന് നിങ്ങൾ ആലോചിക്കണുണ്ടോ? ഇനിയിപ്പോൾ എന്താ ഈ ഉണ്ടാകുക? അതിൻ്റെ തൊട്ടടുത്ത് കൂടി 12 അടി വിട്ടുകൊണ്ട് ഒരു ജലാശയം ഒരു ചോല പോകുന്നുണ്ട്, വെള്ളം ഒഴിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഈ ചോല പോണീൻ്റെ 14 അടി വിട്ടിട്ടേ ശ്മശാനം പാടുള്ളൂ. ഇത് 12 അടി വിട്ടിട്ടാണ്. ഇനി ഹൈക്കോർട്ടിൽ നിന്ന് ആൾ വന്ന് കണ്ട് അടക്കി ഇത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധു ചെങ്ങായിനെ എന്നോ മറവ് ചെയ്തത് മാന്തിയിട്ട് എവിടെയോ കൊണ്ടുപോയി ഇടേണ്ടി വരും. അപ്പോൾ അത്രമാത്രം നിങ്ങളോട് ശത്രുതയും നിങ്ങൾക്ക് ദ്രോഹമല്ലേ ചെയ്തിരിക്കുന്നത് പറഞ്ഞാണ്ട് ഈ ബറിയൽ ആൻഡ് ബേണിംഗ് ആക്ട് ഉദ്ധരിച്ചാണ്ട് മൂപ്പരാൻ പ്രസംഗിച്ചതോടുകൂടി പിന്നെ ആ വിഷയം ഉണ്ടിയിട്ടില്ല ആരും. അപ്പോൾ മൂപ്പർക്ക് വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഓടും, നിയമങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ മൂപ്പരുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് മൂപ്പർ ചെയ്യുന്ന കാര്യം ഇതൊക്കെയാണ്. ജനങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉപകാരം ചെയ്തു കൊടുക്കുക. അതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലാത്ത രീതിയിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അതിന് വേണ്ടിയിട്ട് മൂപ്പർ വളരെ ശക്തനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അല്ലേ, നമ്മളെ ഇവിടെ വെച്ചാണ്ട് കുറ്റിപ്പുറത്ത് വെച്ച് നമ്മളെ പഴയ അബ്ദുൾ റബ്ബിൻ്റെ വാപ്പ, വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിൻ്റെ വാപ്പ അബുഖാദർ കുട്ടിനെ പ്രസംഗിച്ചു. മൂപ്പര് പ്രസംഗിച്ചത് എന്താ വെച്ചാൽ, അത് ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ വേണ്ടാത്തത് പറയുന്നത് അതുകൊണ്ടാണ്. മൂപ്പര് പ്രസംഗിച്ചത് എന്താ വെച്ചാൽ, ഈ കെ അബൂബക്കർ മുസ്ലിയാരെയും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരെയും ഞാൻ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു. ആര്? അബുഖാദർ കുട്ടിനെ. മൂപ്പര് മന്ത്രി ആയിരുന്നു. മുജാഹിദീങ്ങളുടെ സമ്മേളനത്തിൽ വെച്ച് കണ്ടേ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു. സംശംസയുടെ മി കെ അബൂബക്കർ മുസ്ലിയാരെയും കണ്ണിയത്ത് ഉസ്താദിനെയും ഞാൻ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നു പ്രസംഗിച്ചു. അങ്ങനെ അപ്പുറത്തുനിന്ന് സീതിയായി പ്രസംഗിച്ചു. മൂപ്പര് പിന്നെ പറയുമ്പോൾ ഒരു തട്ടും തിളവൊന്നും ഉണ്ടാവില്ല. ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി എൻ്റെ അവസാനത്തെ തുള്ളി രക്തവും ചിന്തും എന്നൊക്കെ പ്രസംഗിച്ചു. അതോടുകൂടി ഫാറൂഖ് മൊയ്ലി അറിയില്ല നിങ്ങൾക്ക്, പട്ടാമ്പിയിലെ ഫാറൂഖ് മൊയ്ലി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സുന്നീക രാഷ്ട്രീയ പാർട്ടി വേണം. അങ്ങനെ സുന്നീക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് ശ്രമിച്ചതല്ലേ. പട്ടാമ്പിയിലെ ഫാറൂഖ് മൊയ്ലി നല്ല പ്രസംഗകനായിരുന്നു, നല്ല വാഴവനായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറേ സുന്നികളൊക്കെ സംഘടിപ്പിച്ചാണ് മൂപ്പര് സുന്നികൾക്ക് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാണ്ട് MDP മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാക്കി. മൂസലിയർ ചെയ്ത പണിയരങ്ങൾ ഈ കാര്യങ്ങൾക്ക് മൂസലിയർ പോയി എല്ലാവരും ക്ഷണിച്ച കൂട്ടത്തിൽ മൂസലിയർ ക്ഷണിച്ചിരുന്നു. മൂപ്പര് സുന്നി നേതാവല്ലേ, മൂപ്പരെ ക്ഷണിച്ചു. മൂപ്പര് ചെന്നു. മൂപ്പര് ചെന്നിട്ട് അഭിപ്രായം പറയാൻ തുടങ്ങി. അഭിപ്രായം പറഞ്ഞ് എല്ലാവരെയും ശ്രദ്ധ ആകർഷിച്ചു. അതോടുകൂടി ഈ പാർട്ടിക്ക് പാരാ പ്രസിഡന്റ് എന്ന് ചോദിച്ചപ്പോൾ ഫാറൂഖ് മൗലവിനെ പറയുന്ന മൂസലിയറിനെ ആയിക്കോട്ടായിരുന്നു. മൂസലിയറെ പ്രസിഡൻ്റാക്കി. മൂസലിയർ അതിന് പോയതാണേ. പ്രസിഡൻ്റാക്കിയിട്ട് പിറ്റേന്ന് ജാമിയങ്ങൂരിയിൽ വന്നിട്ട് പറഞ്ഞു, മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടിയെ അതിൻ്റെ പ്രസിഡന്റ് പിരിച്ചു വിട്ടിരിക്കുന്നു. അതിനാ പോയത്. അപ്പോൾ അങ്ങനെ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് അത്രമാത്രം മൂപ്പര് എന്തും സഹിക്കും, എന്തും ചെയ്യും, അത്ര സ്നേഹിക്കുന്ന മുസ്ലിം ലീഗുകാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അങ്ങനെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ശക്തനായ വക്താവായിരുന്നു, അതിൻ്റെ പ്രഭാഷകനായിരുന്നു, അതിന് വക്താവായിരുന്നു, മറുപടി പറയുമായിരുന്നു ഒക്കെ തന്നെ. ഇപ്പോൾ CH മുഹമ്മദ് സാഹിബിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ
CH മുഹമ്മദ് സാഹിബ് യഥാർത്ഥത്തിൽ ഒരാൾ മുസ്ലിം ലീഗുകാരനായാൽ നല്ലത് പറയിപ്പിക്കാൻ പറ്റണം, സമൂഹത്തെ കൊണ്ടൊക്കെ സഹായിക്കണം. അതേസമയത്ത് മുസൽമാനാണെന്നുള്ളൊരു അഭിമാനം വേണം. CH മുഹമ്മദ് സാഹിബ് ആദ്യമായി അതേ മുഖ്യമന്ത്രിയായിട്ട് പുത്തിരിക്കണ്ടം മൈതാനിയിൽ, തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനിയിൽ വെച്ചുകൊണ്ട് പിന്നെ സ്വീകരണം കൊടുത്തു മൂപ്പർക്ക്. ആ സ്വീകരണത്തിൽ CH മുഹമ്മദ് സാഹിബ് പ്രസംഗിക്കുകയാണ്, ഞാനൊരു മുസൽമാനാണ്, എനിക്ക് അക്രമത്തിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഞാനൊരു മുസൽമാനാണ്, എനിക്ക് അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഞാനൊരു മുസൽമാനാണ്, എനിക്ക് അന്യായത്തിന് കൂട്ടു നിൽക്കാൻ പറ്റില്ല. ഞാനൊരു മുസൽമാനാണ്, അന്യ സമുദായത്തിൻ്റെ അവകാശങ്ങൾ ലംഘിക്കാൻ എനിക്ക് പറ്റില്ല. ഞാനൊരു മുസൽമാനാണ്, എൻ്റെ സമുദായത്തിൻ്റെ അവകാശം ലംഘിക്കുന്നത് സഹിക്കാനും എനിക്ക് പറ്റില്ല. ഇതാ മുസ്ലിം ലീഗ് പറഞ്ഞാൽ, ഈ മുസ്ലിം ലീഗാ മുസൂര്യരെ. അപ്പം എന്താ, മുസൽമാനാണ് എന്ന മുഖവരിയോടുകൂടി. അപ്പോൾ ആരും മനസ്സിലാക്കുക എന്താണ്, കണ്ടോ, അദ്ദേഹം ഒരു മുസൽമാനാണെന്നുള്ളതുകൊണ്ട് അഴിമതിക്കെതിരെ, അദ്ദേഹം ഒരു മുസൽമാനാണെന്നുള്ളതുകൊണ്ട് അക്രമത്തിനെതിരെ, അദ്ദേഹം ഒരു മുസൽമാനാണെന്നുള്ളതുകൊണ്ട് അന്യായത്തിനെതിരെ, അദ്ദേഹം ഒരു മുസൽമാനാണെന്നുള്ളതുകൊണ്ട് അധർമ്മത്തിനെതിരെ. അപ്പോൾ കണ്ടോ, ഇസ്ലാമിൻ്റെ തിളക്കവിടുന്ന് വരികയല്ലേ. ഒരു മുസൽമാൻ ആയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നത്. എന്നാൽ പറയേണ്ടടുത്ത് നേരെ പറയും ചെയ്യും. വെറുതെ പോയിങ്ങാണ്ട് ഗുരുവായൂരൊക്കെ പോയിങ്ങാണ്ട് ഹരോ നാമം അതൊന്നും ഉണ്ടാവില്ല. വെറുതെ ആവശ്യമില്ലാത്ത അന്തല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഗുരുവായൂർ പോയി കണ്ടൊരു മുസ്ലിം കാൻഡിഡേറ്റ് ആ ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചാണ്ട് കയ്യൊക്കെ തൊഴുതാലേ ആ ക്ഷേത്രത്തിൽ കൂടി ആൾക്കാരെന്തെങ്കിലും ആലോചിക്കാം, എനിക്ക് തരാൻ വെച്ചിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യാതെ ചെങ്ങായി ഞങ്ങളെ ചതിക്കല്ലേ, ഞങ്ങളെ വഞ്ചിക്കാനുള്ള പണിയല്ലേ എന്നല്ലോ ഒരാലോചിക്കുക. അതെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റണ്ടേ. എന്നിട്ട് അതിൻ്റെ അല്ലേ സംഭവിച്ചാൽ അവിടെ മുസ്ലിങ്ങളെ ഭാഗത്തു നിന്നുള്ള വോട്ടും കിട്ടിയില്ല, മറ്റൊന്നും കിട്ടില്ലല്ലോ. കാരണം മുസ്ലിങ്ങൾ ഇത് കണ്ട പിന്നെ ആരാ ചെയ്യുക, അപ്പുറത്താണെങ്കിൽ മറ്റൊരും ചെയ്യില്ല. ഇത് നമ്മളെ കബളിപ്പിക്കാനുള്ള പരിപാടിയെന്ന് ഓരും ചിന്തിക്കും. ആ ജാതി വിഡ്ഢിത്വമൊക്കെ സംഭവിക്കുമ്പോഴാണ് പ്രശ്നം. അതേസമയത്ത് CH മുഹമ്മദ് സാഹിബിനെ നായന്മാരും ഓരോ സമ്മേളനത്തിന് വിളിച്ചു, NSS. ഒരു പറഞ്ഞു ദീപം കൊളുത്തി കൂടെ ചോദിച്ചു. ദീപം കൊടുത്താലോ, ദീപം പ്രകാശമല്ലേ, പ്രകാശം കൊടുത്തതിനിപ്പോൾ എന്താ പ്രശ്നം, ഭദ്രദീപമാണ് പറഞ്ഞു. അയ്യോ ഭദ്രദീപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിഴക്കോട്ട് തിരിഞ്ഞ് പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ കൊളുത്തേണ്ടതല്ലേ ചോദിച്ചു. അങ്ങനെ കൊളുത്തിട്ടുണ്ട്. അതൊരു ഹൈന്ദവ ആചാരം, ഞാനൊരു മുസൽമാനല്ലേ, മതിയല്ലോ. അതാ ഇസ്ലാമിൻ്റെ അന്തസ്സാണ് കാക്കാൻ സാധിക്കണം അവിടെ. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അയാളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അയാളുടെ സംസ്കാരത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ബാക്കിയുള്ളവർ വില കൽപ്പിക്കുക. അതിൽ കോംപ്രമൈസ് ചെയ്യുമ്പോഴല്ല വില കൽപ്പിക്കുക, അല്ലേ.